ഇന്ന് തൊട്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങാം. ഇന്ന് തൊട്ട് എക്സസൈസ് ചെയ്ത് വരുന്ന ഒരു മാസത്തിനുള്ളിൽ നല്ല ഉഗ്രൊരു ശരീരം ഞാൻ ഉണ്ടാക്കും. ഇത് തീരുമാനിച്ച് ഇന്ന് എക്സസൈസ് ചെയ്യുന്നു. പിറ്റേ ദിവസം നോ എക്സസൈസ്. ഞാനൊരു പുസ്തകം എഴുതാൻ തുടങ്ങുകയാണ്. വളരെ ആവേശമായിട്ട് ആദ്യത്തെ പേജ് എഴുതുന്നു. പിറ്റേ ദിവസം തൊട്ട് പിന്നെ പുസ്തകമില്ല, ആവേശമില്ല. ഇന്ന് തൊട്ട് ഞാൻ ഒരു മികച്ച സെയിൽസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഡേ വളരെ ആവേശം, സെക്കൻഡ് ഡേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതാണോ താങ്കളുടെ പ്രശ്നം? അതായത് ഒരു കാര്യം തീരുമാനം എടുത്തിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും, പക്ഷേ മുഴുമിപ്പിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇടയ്ക്ക് വെച്ച് കാര്യങ്ങൾ നിർത്തിപ്പോകുന്നത് തിരിച്ചറിയണം. ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. ഇടവിട്ട് ചെയ്യുന്നവർ വിജയിച്ചിട്ടുമില്ല, വിജയിച്ചവരാരും ഇടവിട്ട് ചെയ്തവരുമല്ല. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണല്ലോ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ചെയ്തു നോക്കുക, അപ്പം അറിയാം എന്നായിരിക്കും മനസ്സ് ചിന്തിക്കണത്. ഈ വീഡിയോസ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ എത്ര വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യണത്, അല്ലേ? ശരിയല്ലേ? കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എളുപ്പമല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വരും. അപ്പോഴും ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. പക്ഷേ അതിന് ചില ടെക്നിക്സ് ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇവിടെ ഒരു ഫിറ്റ്നസ് ഉണ്ടാക്കാനാണെങ്കിലും കരിയറിൽ വളരാനാണെങ്കിലും അല്ല പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാനാണെങ്കിലും ഇവിടെയൊക്കെ നമ്മളിലുള്ള ചില സംശയങ്ങളും അതേപോലെ കൺസിസ്റ്റൻ്റ് ആയി കാര്യങ്ങൾ ചെയ്യാത്തതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് പഠിക്കാം. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി ടൈപ്പ് ഐ എം റെഡി, IR എന്ന് ടൈപ്പ് ചെയ്തേക്കുക. നമസ്കാരം, എൻ്റെ പേര് നവീൻ കുമാർ. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. ലൈവായിട്ടുള്ള ട്രെയിനിങ് സെഷനിലൂടെയും ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസിലൂടെയും പല കോഴ്സുകളിലൂടെയും നിരവധി ലക്ഷക്കണക്കിന് ആളുകളെ ഇമ്പാക്ട് ചെയ്ത ഒരു ട്രെയിനറാണ്. തീർച്ചയായും പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഇഫ് യു ഇംപ്ലിമെന്റ്, നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായാൽ. നമ്പർ 1, വൈ സെൽഫ് ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് സെൽഫ് ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? അച്ചടക്കം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? സുഹൃത്തെ, മനസ്സിലാക്കുക, ലൈഫിൽ സക്സസ് ഉണ്ടാക്കാൻ, ലൈഫിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം നിങ്ങൾ അച്ചടക്കമുള്ളൊരു വ്യക്തി ആവുക എന്നുള്ളതാണ്. കാരണം നമ്മളെ അച്ചടക്കമുള്ള വ്യക്തി ആക്കിയാലേ നമുക്ക് അനായാസമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ക്യാമറ ഞാൻ കൊണ്ടിട്ട് ഓഫീസിൻ്റെ അറ്റത്ത് വെക്കണം. കാർഡ് എവിടെയോ കൊണ്ട് വയ്ക്കുന്നു. ഈ വോയിസ് റെക്കോർഡർ അത് മറ്റെവിടെയെങ്കിലും കൊണ്ട് വയ്ക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ബ്ലേസർ അത് എവിടെയാണെന്ന് കാണുന്നില്ല. ആ സിറ്റുവേഷനിൽ ക്യാൻ ഐ മേക്ക് എ വീഡിയോ? എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ വളരെ ആവശ്യമായിട്ട് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് തപ്പിയായിരിക്കും അന്നത്തെ ദിവസം പോകുന്നത്. അപ്പോഴേക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ള ആ മൂഡ് തന്നെ പോയെന്നിരിക്കാം. ശരിയല്ലേ? അപ്പൊ അവിടെ ഇത് കൃത്യമായ അച്ചടക്കത്തോടുകൂടി വയ്ക്കേണ്ട സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ സുഹൃത്തെ? ഇതുപോലല്ലേ നമ്മുടെ ജീവിതത്തിൽ പലതും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുക. മോട്ടിവേഷനും ഉണ്ട്, സെൽഫ് ഡിസിപ്ലിനും ഉണ്ട്. ഇതിലേതാ വർക്ക് ചെയ്യുന്നത്? എപ്പോഴും മോട്ടിവേറ്റഡ് ഒന്നും ആയിരിക്കില്ല നമുക്ക് വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് മുൻപോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് അച്ചടക്കം അഥവാ സെൽഫ് ഡിസിപ്ലിൻ. ചില തീരുമാനങ്ങളാണ്, ചില ഡിസിഷൻസ് ആണ്. നിങ്ങൾ അത്തരത്തിൽ ലൈഫിൽ ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ വിജയിക്കും, ഇല്ല വിജയിക്കില്ല. സോ ആർ യു ഏബിൾ ടു ടേക്ക് ഡിസിഷൻസ്? തീരുമാനം എടുക്കാനുള്ള ഹെൽപ്പുണ്ടോ? നിങ്ങൾക്ക് ഒരു നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്ന ആളാണോ? അതോ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയും ഒരു ഡിസിപ്ലിൻഡായ തീരുമാനം എടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളാണോ? നിങ്ങൾ തീരുമാനം എടുക്കുന്ന ആളാണെങ്കിൽ കമന്റ് ചെയ്യുക, യെസ് എന്ന് കമന്റ് ചെയ്യുക, YES എന്ന് കമന്റ് ചെയ്യുക. താങ്കൾ ഡിസിപ്ലിൻഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ YES എന്നൊന്ന് കമന്റ് ചെയ്യും, ഒന്ന് പോസ് ചെയ്യൂ, ഒന്ന് കമന്റ് ചെയ്യൂ, YES ഐ ആം എ ഡിസിപ്ലിൻ മാൻ. കാരണം അത് കമന്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അഫർമേഷൻ കൊടുക്കുക മനസ്സിന്. അത് കൂടുതൽ അച്ചടക്കം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. സോ ഡു ദാറ്റ്. നമ്പർ 2, ബിൽഡ് കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ്. നമുക്കങ്ങനെ കൺസിസ്റ്റന്റ് ആയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചില ഹാബിറ്റുകൾ ഉണ്ടാക്കുക. നിങ്ങളുടെ മേഖല ഏത് മേഖലയും ആയിക്കൊള്ളട്ടെ, ആ മേഖലയിൽ വിജയിച്ച ആളുകളുടെ ശീലങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക. ആ ശീലങ്ങൾ അതേപടി നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. വിജയിച്ച ആളുകൾ എവറി ഡേ 10 കിലോമീറ്റർ ഓടിയെങ്കിൽ, 10 കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് സ്റ്റാമിന ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1 കിലോമീറ്റർ ഓടിയാൽ മതി. ആ ഒരു ചെറിയ രീതിയിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആയി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. പുസ്തകം എഴുതുക എന്നുള്ളത് ഒരു ദിവസം ഒരു പേജ് എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ലെന്നേ, ഒരു പാരഗ്രാഫ് എഴുതുക. പാട്ട് പാടുക എന്ന സ്കില്ല് കൂട്ടണം. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം, വലിയ പാട്ടുകാരനാവണം, പാട്ടുകാരിയാവണം. പക്ഷേ നിങ്ങൾക്ക് ഡെയിലി ഒരു 5 മണിക്കൂർ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വയ്യ, വേണ്ടെന്നേ, അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. സോ ബിൽഡ് സച്ച് ഹാബിറ്റ്സ്, മൈക്രോ ഹാബിറ്റ്സ്, ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറും. കാരണം ഹാബിറ്റ്സ് ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. ശീലങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റി എഴുതാനുള്ള കഴിവുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്. സോ
ഈ കാര്യം അപ്ലൈ ചെയ്യുക, കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് സമയം ചെലവഴിക്കുക, ബിൽഡ് ചെയ്യുക. നമ്പർ 3, എലിമിനേറ്റ് ടെംപ്ടേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ടെംപ്ടേഷൻ ഉണ്ടല്ലേ. നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ലൈഫിൽ ഗുണമുള്ള കാര്യമാണ്. കാര്യം എന്താ, നമ്മൾ ഇടവിട്ട് അല്ലെങ്കിൽ നിർത്തി പോകുന്ന കാര്യങ്ങൾ നിർത്തിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ലൈഫിന് ഇത് ഗുണം ചെയ്യും. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരസ്യം വരണം. ആ പരസ്യത്തിൽ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കൂ, കാശുണ്ടാക്കൂ എന്നുള്ള ഒന്നായിരിക്കും വരുന്നത്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് പിന്നെ അതിലേക്ക് ഞെക്കിപ്പോയി, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി, പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട് കണ്ടിരുന്നു, പിന്നെ അവിടെ നിന്ന് തട്ടി അടുത്ത സാധനത്തിലേക്ക് പോയി, ഇങ്ങനെ തട്ടി വേറെ ഏതോ ലോകത്തെത്തി ഈ കാര്യം തന്നെ മറന്നുപോയി. വാട്ട് ഹാപ്പൻഡ്? ഡിസ്ട്രാക്ഷൻ. അത് എന്താ സംഭവിക്കണേ? ബ്രെയിൻ ഫോഗിങ് നടക്കും. ബ്രെയിനിൽ ഒരു കൂട്ടം ഫോഗ് വന്ന പോലെ നമുക്കൊന്നും കാണാൻ പറ്റില്ല, ക്ലാരിറ്റി നഷ്ടപ്പെടും, ഓർമ്മശക്തി കുറയും. സോ ചെയ്യണ കാര്യം എന്താണെന്ന് ആദ്യം മനസ്സുകൊണ്ട് അറിഞ്ഞു തന്നെ ചെയ്യുക. നമ്മൾ ചോദിക്കും മനസ്സിലായോ എന്ന ചോദ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ആയോ. എന്ത് ചെയ്യും? മനസ്സറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? മനസ്സ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ കാണുക. അതല്ല എന്ത് പറ്റും? അതിങ്ങനെ കാണും, അതിനിടയ്ക്ക് വേറെ വഴിക്ക് പോവും, ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് പോവും. എന്തിനാ? സോ ഈ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആണ്. എലിമിനേറ്റ് സച്ച് ടെംപ്ടേഷൻസ്. നമ്പർ 4, ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ വിജയത്തിൻ്റെ ട്രാക്ക് നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ പോകുന്ന യാത്രയിൽ എവിടെ ഇപ്പം എത്തി നിൽക്കണേ, ഇനി അടുത്ത മൈൽ സ്റ്റോൺ എവിടെ എത്തണ്ടേ, അവിടെ നിന്ന് എങ്ങോട്ടാണ് എത്തേണ്ടത്, ഇത് കണ്ടെത്തണം. ആ പ്രോഗ്രസ് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൂടുതൽ ഡിസിപ്ലിൻഡ് ആയി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. സോ ട്രാക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളതാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് തന്നെ സ്വയം മോണിറ്റർ ചെയ്തുകൊണ്ട്, അനലൈസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ഫാക്ടർ. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു വലിയ ഗോൾ ഉണ്ടെന്നിരിക്കട്ടെ, ആ ഗോളിൻ്റെ എത്ര ശതമാനമാണ് ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ആഗ്രഹം ഒരു വീടാണെങ്കിൽ ആ വീടെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനായിട്ട് ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എത്ര സെൻറ്റ് വേണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ആ വീടിൻ്റെ കളർ എന്തായിരിക്കണം, എത്ര മുറി വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആ വീട് നേടാനുള്ള ഇത്ര ശതമാനം ടാസ്ക് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എത്ര ശതമാനം ടൈപ്പ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ സ്ഥലം തന്നെ വാങ്ങി എങ്കിൽ കുറച്ചുകൂടെ എത്തി, അപ്പോൾ ആ ശതമാനം ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ലോണുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ ആ ശതമാനം ടൈപ്പ് ചെയ്യുക. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ പെർട്ടിക്കുലർ ലക്ഷ്യത്തിൻ്റെ പ്രോഗ്രസ്സിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്, പ്ലീസ് ടൈപ്പ് ചെയ്യണം കേട്ടോ. എത്ര ശതമാനമാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ 5, സെറ്റ് നോൺ നെഗോഷ്യബിൾ ഗോൾസ്. അതായത് എന്തൊക്കെ വന്നാലും അണുവിട മാറ്റമില്ലാതെ ഞാൻ മുൻപോട്ട് പോകും എന്ന് ഡിസൈഡ് ചെയ്യുന്ന ചില ഗോളുകൾ സെറ്റ് ചെയ്യുക. കാരണം ക്ലിയർ ആയ ഗോൾ ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി ഉള്ള ഗോൾ ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻ അവിടെ തനിയെ വരും. കൃത്യതയുണ്ട് നിങ്ങളുടെ ഗോളിനെങ്കിൽ ഡിസിപ്ലിൻ അവിടെ ഉണ്ടാവും. അതുണ്ടായേ പറ്റൂ. അതാണ് ഗോളിൻ്റെ പവർ. നമ്മുടെ ഗോള് ക്ലിയർ കട്ടാണ്, നമുക്കറിയാം അതെന്താണെന്ന് ക്ലിയറായി വ്യക്തമായി അറിയാമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ആവും. നമ്മൾ പലതും ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ഡിസിപ്ലിനായി ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മുഖം മാറും, നമ്മുടെ ശരീരം മാറും, രീതി മാറും, ആവേശം മാറും, നമ്മുടെ ഓരോ സെൽസിലും മാറ്റം ഉണ്ടാവും. സോ ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക. ആർ യു റെഡി? ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ IR എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ലോകത്തിൽ ഗോളുള്ള വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആ ചുരുക്കം ആൾക്കാരാണ് ശക്തമായി മുമ്പോട്ട് പോകുന്നത്. രസകരമായ കാര്യം, ബാക്കിയുള്ള ആൾക്കാർ മുഴുവനും ഇവരുടെ ഗോൾ നടപ്പിലാക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുക. യു ഗോട്ട് ഇറ്റ്? അതായത് ഗോളുള്ള ഈ ആൾക്കാരുണ്ടല്ലോ, ബാക്കിയുള്ളൊരു ഗോളില്ലാത്തവരാ. അപ്പോൾ ഈ ഗോളുള്ള ആൾക്കാർ ഗോൾ നടപ്പിലാക്കാൻ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഉപയോഗിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. നിങ്ങളിതിൽ ഏത് ഗണത്തിൽ അവിടുന്ന് ഗോളോടുകൂടി ശക്തമായി പോകുന്ന വ്യക്തിയാണോ, മറ്റൊരാളുടെ ഗോളിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പണിയെടുക്കുന്ന, അയാളുടെ ഗോൾ നടപ്പിലാക്കാൻ പണിയെടുക്കുന്ന ആളാണോ? നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിലും ഇല്ലേലും നിങ്ങളൊരു ഗോളിന് വേണ്ടി പണിയെടുക്കും. അത് നിങ്ങളുടെ ഗോളിന് വേണ്ടി ആയിരിക്കില്ല എന്ന് മാത്രം. ഇഫ് യു ആർ സീരിയസ്, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗോൾ വേണമെന്ന് ശക്തമായി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ സെറ്റ് എ മാഗ്നറ്റിക് ഗോൾ. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഞാൻ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3000 ആണ് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ പ്രൈസ് വരുന്നത്. എന്നാൽ അതിൻ്റെ ഓഫർ പ്രൈസ് ആയ 999 നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൻ്റെ തുടക്കത്തിൽ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. താങ്കൾ സീരിയസ് ആണെങ്കിൽ, താങ്കൾക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്ന സ്വഭാവം മാറ്റി ശക്തമായി മുൻപോട്ട് പോകാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം, ഒരു റോഡ് മാപ്പ് വേണം, ഒരു സിസ്റ്റം വേണം, ഒരു പ്രോസസ്സ് വേണം എങ്കിൽ ഈ വർക്ക്ഷോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് തീർച്ചയാണ്. സോ ഡു ദാറ്റ് ഇമ്മീഡിയറ്റ്ലി. ആൻഡ് കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ആ വർക്ക്ഷോപ്പിൽ നിന്നും എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ആ നേട്ടം ഉണ്ടാക്കി തന്നെ
കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രീമിയം കാർ എടുത്തതാണെങ്കിലും ഈ യൂട്യൂബിൽ 1 lakh ഫോളോവേഴ്സ് എത്തിയതാണെങ്കിലും ഇപ്പോൾ 3 lakh പ്ലസ് ആയിട്ടുണ്ട്. എനിവേ 1 lakhിലേക്ക് ആദ്യം എത്തിയതാണെങ്കിലും അതേപോലെ തന്നെ പല വലിയ ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്താണെങ്കിലും ഒക്കെ തന്നെ ഈ പറഞ്ഞൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിനെ ചേസ് ചെയ്ത് പോയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് വർക്കിംഗ്. ഇത് വർക്ക് ചെയ്യുന്നൊരു മോഡലാണ്. തീർച്ചയായും 1 ലക്ഷം ആളുകളുടെ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാവുന്നൊരു മിഷനോടുകൂടി തന്നെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ താങ്കളും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വിജയത്തിന്റെ സ്റ്റെപ്സിൽ ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നേറാവുന്നതാണ്. ആൻഡ് 6, ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിൻ്റെ ഒരു റീസണാണ് പറയണേ, നമ്മളെപ്പോഴും പ്രോഗ്രസ്സിൽ വേണം ഫോക്കസ് ചെയ്യാൻ. അതായത് ഞാൻ ഒരു പടി മുന്നിലെത്തിയോ അടുത്ത പടി മുന്നിലെത്തിയോ അതിൽ ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഓരോ കാര്യത്തിലും ഇത് പെർഫെക്റ്റ് ആയോ, ഇത് പെർഫെക്റ്റ് ആവട്ടെ എന്നിട്ട് അടുത്ത പോവാം, ഇത് പെർഫെക്റ്റ് ആവാതെ അടുത്തത് പോവില്ല, ചിന്തിച്ചിരിക്കരുത്. കാര്യം എന്താണെന്നറിയോ, അടുത്ത സ്റ്റെപ്പ് ചെല്ലുമ്പോഴായിരിക്കും സുഹൃത്തെ ആദ്യത്തെ സ്റ്റെപ്പ് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ഇവിടെ നിന്നുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അവിടെ പുറത്തിറങ്ങണം. സോ പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്ത് പോകുന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കുക. ഫോക്കസ് എപ്പോഴും വെദർ ഒരു സ്റ്റെപ്പ് മേളിൽ കയറിയോ ഒരു സ്റ്റെപ്പ് അടുത്തത് എത്തിയോ 1% മുന്നോട്ട് എത്തിയോ അവിടെ ആയിരിക്കണം. അല്ലാതെ ഇതെല്ലാം പെർഫെക്റ്റ് ആണോ നോക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യന്മാരാ, എല്ലാവരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല. സോ പെർഫെക്ഷൻ സിൻഡ്രം ഒരിക്കലും നമ്മളെ ബാധിക്കരുത്. 2 പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് മനുഷ്യനുള്ളത്. 1 പെർഫെക്ഷൻ സിൻഡ്രം, എല്ലാം പെർഫെക്റ്റ് ആവട്ടെ ചെയ്യാം, നടപടി ഇല്ലട്ടാ. 2 പ്രൊക്രാസ്റ്റിനേഷൻ സിൻഡ്രം, ഇന്ന് വേണ്ട നാളെ ചെയ്യാം, നാളെ വേണ്ട മറ്റന്നാൾ ചെയ്യാം. ഇത് രണ്ടും പരാജയപ്പെടുത്തും കേട്ടാ. തീരുമാനം എടുത്താൽ നടപ്പിലാക്കണമേ. തീരുമാനം എടുത്തിട്ട് നടപ്പിലാക്കാത്തതിന്റെ 2 കാരണം, 1 പെർഫെക്ഷൻ സിൻഡ്രം, 2 പ്രൊക്രാസ്റ്റിനേഷൻ സിൻഡ്രം. രണ്ടും എടുത്ത് തോട്ടിക്കളഞ്ഞ് അങ്ങോട്ട് ഇറങ്ങണം. ദെൻ യു ക്യാൻ അച്ചീവ് യുവർ ഗോൾസ്. ഇടവിട്ട് പോകുന്ന ആ ഹാബിറ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും, ശക്തമായി മുൻപോട്ട് പോകാൻ കഴിയും. സോ ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ. നമ്പർ 1 സെൽഫ് ഡിസിപ്ലിൻ, വളരെ പ്രധാനപ്പെട്ടതാണ് തിരിച്ചറിയുക. നമ്പർ 2 കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ പറ്റുന്ന ചെറുതാണുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക. നമ്പർ 3 ടെംപ്ടേഷൻസിനെ അവോയ്ഡ് ചെയ്യുക. നമ്പർ 4 ട്രാക്ക് യുവർ പ്രോഗ്രസ്. നമ്പർ 5 കൃത്യമായ നോൺ നെഗോഷ്യബിൾ ആയ ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്യുക. ആൻഡ് നമ്പർ 6 ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശക്തമായി മുൻപോട്ട് പോയി ചെയ്യാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്ക് കൂടി ഇടവിട്ട് നിൽക്കുന്ന പല ലക്ഷ്യങ്ങളും മുൻപോട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചു നിർത്തുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.